ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് സമൂസയുടെ റെസിപ്പി ആയിട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു സ്നാക്ക് തന്നെയാണ്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സവാളൊക്കെ അത്യാവശ്യമായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള ചിക്കൻ ഒക്കെ വേവിച്ചപ്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് എരിവിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ചിക്കൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോയും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമൂസൻ്റെ കൂടെ ചിക്കനായാലും ബീഫായാലും എന്തായാലും അതിൻ്റെ കൂടെ ഈ പൊട്ടാറ്റോയും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ സമൂസ കഴിക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എപ്പോഴും ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുക. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സമൂസയുടെ ലീഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൈദയുടെ ബാറ്റർ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഈ ഫില്ലിങ്സ് വെച്ചൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ വേണം സമൂസ ചുറ്റിയെടുക്കാനായിട്ട്. ഞാനിവിടെ എല്ലാ സമൂസയും ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ലീഫ് വേവുന്നൊരു പണിയേ ഉള്ളൂ. കാരണം ഫില്ലിങ്സ് ഒക്കെ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ആയതിനു ശേഷം നമുക്ക് ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതാണ്. രണ്ട് ഭാഗവും ഏകദേശം ആയിട്ട് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓയിലിൽ നിന്നും കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.